രുചികരമായ ഈ കായ്കൾ അതിഥികൾക്കായി സന്തോഷത്തോടെ നൽകുകയാണിവർ. സംസാരിച്ചു തുടങ്ങുമ്പോൾ ആചാര്യ മഹാമണ്ഡലേശ്വരനെ പോലെയുള്ള തങ്ങളുടെ ആചാര്യന്മാരെ പറ്റിയും നാഗസന്യാസിമാരെ പറ്റിയുമൊക്കെ പലതും പറയാനുണ്ട്. സ്വാതന്ത്ര്യ സമര കാലത്ത് ഏതാണ്ട് റാണി ലക്ഷ്മിബായിയുടെ കൂടെ 60,000 നമ്മളുടെ നാഗസാധുക്കളും വെട്ടിമരിച്ചിട്ടുണ്ട്. ഇവരുടെ കൂടെ നമ്മളുടെ സഹായിച്ചതിന് പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ മുഴുവൻ ആ ഗ്യാപ്പ് തീർക്കാൻ വേണ്ടി പിന്നെ വരുന്നവരെ ആര് വന്നിട്ടുണ്ടെങ്കിൽ അവരെ വന്ന് ശിഷ്യത്വം കൊടുത്തു. അതുകൊണ്ടാണ് മഠമായിട്ട് ബന്ധപ്പെടാത്തത്. ഇവർ പരമഹംസനാക്കിയിട്ടില്ല. ഇപ്പോൾ ഈ ആചാര്യ മഹാമണ്ഡലേശ്വർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈക്വലാണ് ശങ്കരാചാര്യ. അഖാഡയ്ക്ക് ഈക്വൽ, ശങ്കരാചാര്യന് ഈക്വലായിട്ടാണ് ആചാര്യ മഹാമണ്ഡലേശ്വർ. മണ്ഡലേശ്വരനല്ല, ആചാര്യ മഹാമണ്ഡലേശ്വർ ആ ഒരു ഇത് കൊടുത്തു വെച്ചില്ല. കാരണം അതിന് ശേഷം നാഗകൾ പിന്നെ ഇവരുടെ കൂടെ തന്നെ ആയിരുന്നു. പിന്നെ പല കൂട്ടരുണ്ട്, പലതും പല പ്രകാരത്തിലും വന്നു. ഇവർ അതിഥികളല്ല, ഈ കുടുംബത്തിലെ തന്നെ അംഗങ്ങളാണ്. മറ്റു പലരാലും മുൻകാലങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ടവരുമുണ്ട് ഇക്കൂട്ടത്തിൽ. ഇപ്പോൾ ഇവർ ഈ ആശ്രമവാസികളുടെ രക്ഷിതാക്കളാണ്. ദ്വാരക ഇവർക്ക് സമ്മാനിച്ച കാമധേനുക്കൾ. വൈവിധ്യമാർന്ന എന്തെന്ത് മുഖഭാവങ്ങളാണിവർക്ക്. പ്രകൃതിയോടൊത്ത് ജീവിച്ച് അല്ലലറിയാതെ ഇവർ മേഞ്ഞു നടക്കുന്നു. ദിനാന്ത്യത്തിൽ കൂടണയാൻ മാത്രം തിരികെ എത്തുന്നു. മാതാപിതാക്കളും കൊച്ചുമക്കളും അടങ്ങുന്ന കൂട്ടുകുടുംബം. പരസ്പരമുള്ള കൊടുക്കൽ വാങ്ങലുകളിലൂടെ സ്നേഹം ഇവിടെ കൂടുതൽ സമ്പന്നമാകുന്നു. ആൾക്കൂട്ടത്തിന്റെ തിരക്കിലലിഞ്ഞ് വീണ്ടും ദ്വാരകയുടെ ഹൃദയഭാഗത്ത് വിശ്വാസികൾക്കും സഞ്ചാരികൾക്കുമായി ഭക്ഷണമൊരുക്കുന്നവരാണിത്.
വറുത്തതും പൊരിച്ചതുമായ ആഹാരസാധനങ്ങൾ, മധുരമുള്ളതും എരിവുള്ളതുമായവ, ജീവിതത്തിൻ്റെ സമസ്ത രുചിഭേദങ്ങളെയും ഒരു യാത്രികൻ ഏറ്റുവാങ്ങേണ്ടതുണ്ട്. ഏതാൾക്കൂട്ടത്തിന് നടുവിലും വിസ്മയത്തിൻ്റെ കണ്ണുമായി നടക്കുന്ന യാത്രികർ ശ്രദ്ധിക്കപ്പെടും. മറ്റുള്ളവർ അവരെ പിന്തുടരുകയോ തേടി വരികയോ ചെയ്യും. യൗവനത്തിൻ്റെ തുടിപ്പും വാർദ്ധക്യത്തിൻ്റെ വിവശതയും നിറങ്ങളുടെ വൈവിധ്യവും എല്ലാം കടന്ന് ഒടുവിൽ മോക്ഷത്തിൻ്റെ തുരുത്തിൽ അഭയം തേടുമ്പോൾ എല്ലാ പ്രയാണങ്ങൾക്കും വിശ്രാന്തിയാകുന്നു.